ഹായ് ഫ്രണ്ട്സ്, ഡെയിലി യൂസ് സെൻറ്റൻസുകളുടെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെൻറ്റൻസുകൾ നിങ്ങൾ പറഞ്ഞു തന്നെ പരിശീലിക്കണേ. അപ്പോൾ നമുക്ക് നേരെ സമയം കളയാതെ വിഷയത്തിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് സെൻറ്റൻസ്, ഓരോ ദിവസവും ഇടവിട്ട് ചെയ്യൂ. ഈ ഇടവിട്ട് എന്നുള്ളതിന് നമുക്ക് അതർ എന്ന വേർഡ് യൂസ് ചെയ്യാം. ഓരോ ദിവസം ഇടവിട്ട് ചെയ്യൂ. ഡു ഇറ്റ് എവറി അതർ ഡേ. ഡു ഇറ്റ് എവറി അതർ ഡേ. ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യൂ. ഡു ഇറ്റ് എവറി അതർ ഡേ. അതിൽ ഇടവിട്ട് കുടിക്കൂ എന്ന് പറയാനോ, ഡ്രിങ്ക് ഇറ്റ് എവറി അതർ ഡേ. ഡ്രിങ്ക് ഇറ്റ് എവറി അതർ ഡേ. ഓരോ മാസത്തെ പറ്റിയാണ് പറയണമെങ്കിൽ ഓരോ മാസം ഇടവിട്ടാണിത് വരാറ് എന്നാണ്. വരാറ് എന്ന് പറയുമ്പോൾ ഇറ്റ് കംസ്. ഇറ്റ് കംസ് എവറി അതർ മന്ത്. ഇറ്റ് കംസ് എവറി അതർ മന്ത്. ഇത് ഓരോ ദിവസം ഇടവിട്ടാണ് ചെയ്യാറ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഡസ് എവറി അതർ ഡേ. ഇറ്റ് ഡസ് എവറി അതർ ഡേ. ഇനി നമ്മൾ കഴിക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ, മരുന്നൊക്കെ കഴിക്കുമ്പോൾ, മെഡിസിൻ കഴിക്കുമ്പോൾ പറയാറുണ്ടല്ലേ, ഓരോ നേരം ഇടവിട്ട് കഴിക്കുന്നു. ഹാവ് ഇറ്റ് എവറി അതർ ടൈം. ഹാവ് ഇറ്റ് എവറി അതർ ടൈം. ഇവിടെ ഹാവ് യൂസ് ചെയ്തിരിക്കുന്നത് കഴിക്കുക എന്നർത്ഥത്തിലാണ്. അല്ലാതെ നമ്മൾ ഇറ്റിൻ്റെ കൂടെ ഗ്രാമാറ്റിക്കലി യൂസ് ചെയ്യുന്നത് ഹാസ് ആണല്ലേ. ഇറ്റ് ഹാസ്. ഹാവ് കഴിക്കുക. ഹാവ് ഇറ്റ് എവറി അതർ ടൈം. ദെൻ നെക്സ്റ്റ്, അവർ രണ്ടുപേരുണ്ടായിരുന്നു. They had two person. ഉണ്ടായിരുന്നു. അവർ ഉണ്ടായിരുന്നു. They had two person. അതിൽ ഒരാൾ പിടിക്കപ്പെട്ടു. രണ്ടുപേരുള്ളതിൽ ഒരാൾ പിടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ one was caught. ഒരാൾ പിടിക്കപ്പെട്ടു. ക്യാച്ച് എന്ന് പറഞ്ഞാൽ പിടികൂടുക, വെർബിൻ്റെ ഫസ്റ്റ് ഫോം. ഇവിടെ caught എന്നത് സെക്കൻഡ് ഫോം. was caught എന്ന് പറയുമ്പോൾ അതൊരു പാസീവ് വോയിസ് ഫോമാണ്. one was caught, ഒരാൾ പിടിക്കപ്പെട്ടു. മറ്റേയാൾ രക്ഷപ്പെട്ടു. മറ്റേന്നതിനിവിടെ അതർ ഉപയോഗിക്കാം. ദി അതർ വൺ എസ്കേപ്ഡ്. എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുക. എസ്കേപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാസ്റ്റ് ഫോമാണ്. എസ്കേപ്ഡ് എന്നതിന് പകരം നമുക്ക് ഗോട്ട് എവേ എന്ന് യൂസ് ചെയ്യാം. ദി അതർ വൺ ഗോട്ട് എവേ. ഗെറ്റ് എവേ എന്നതിൻ്റെ പാസ്റ്റ് ഫോമാണ് ഗോട്ട് എവേ. ദി അതർ വൺ ഗോട്ട് എവേ. ദെൻ നെക്സ്റ്റ്, സാധ്യമായ വഴിയിലെല്ലാം ശ്രമിക്കൂ എന്ന് പറയാൻ ട്രൈ അല്ലേ. ശ്രമിക്കുക എന്നതിന് ട്രൈ ഇൻ എവറി വേ പോസിബിൾ. സാധ്യമായത്. ട്രൈ ഇൻ എവറി വേ പോസിബിൾ. ഇതിന് ട്രൈ ഇൻ എവരി പോസിബിൾ വേ എന്ന് പറഞ്ഞാലും ശരിയാണ്. ട്രൈ ഇൻ എവരി പോസിബിൾ വേ. അത് നഷ്ടപ്പെട്ടു എന്ന് പറയാൻ ഇറ്റ് ലോസ്റ്റ്. സാധാരണ പാസ്റ്റ് ഫോം ഇറ്റ് ലോസ്റ്റ്. ഇതിനെ രണ്ട് രീതിയിൽ പാസീവ് വോയിസ് ഫോമിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഗോട്ട് ലോസ്റ്റ് എന്ന് പറയാം. ഇറ്റ് വാസ് ലോസ്റ്റ് എന്നും പറയാം. ഇറ്റ് വാസ് ലോസ്റ്റ്. ദെൻ എനിക്ക് വരാൻ മനസ്സില്ല എന്ന് പറയുമ്പോൾ വിൽ അല്ലേ. ഐ എം നോട്ട് വില്ലിങ് ടു കം എന്ന് പറഞ്ഞാൽ വരാൻ. ഐ എം നോട്ട് വില്ലിങ് ടു കം. എനിക്ക് വരാൻ മനസ്സില്ല. എന്നാൽ ഞാൻ വില്ലിങ് ആണ്, എനിക്ക് വരാൻ മനസ്സുണ്ട് എന്ന് പറയാൻ ഐ ആം വില്ലിങ്. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ എനിക്കിപ്പോൾ മനസ്സുണ്ട്, അല്ലെങ്കിൽ തയ്യാറല്ല, അല്ലെങ്കിൽ തയ്യാറാണ് എന്നുള്ള അർത്ഥത്തിലും എടുക്കാം. എന്നാൽ എനിക്ക് വരാൻ ആഗ്രഹമില്ല എന്നാണ് പറയണമെങ്കിൽ ഐ ഡോണ്ട് വാണ്ട് ടു കം എന്ന് പറയാം. ഐ ഡോണ്ട് വാണ്ട് ടു കം. മനസ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും മാറാം അല്ലേ. ഇപ്പം മനസ്സില്ല, ഇപ്പോൾ താല്പര്യമില്ല, അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ മാറാം. ഇവിടെ ആഗ്രഹം എന്ന് പറയുമ്പോൾ എന്താണ്? എനിക്ക് വരാൻ ആഗ്രഹമേ ഇല്ല. അപ്പോൾ ഐ ഡോണ്ട് വാണ്ട് ടു കം. എനിക്ക് കൊടുക്കാൻ മനസ്സില്ല എന്ന് പറയാനോ, കൊടുക്കാൻ മനസ്സില്ല. ഐ എം നോട്ട് വില്ലിങ് ടു ഗിവ്. അല്ലെങ്കിൽ ഐ എം നോട്ട് വില്ലിങ് ടു ഗോ. എനിക്ക് പോകാൻ മനസ്സില്ല. ഇത് ഞാൻ ഇപ്പോഴതിന് തയ്യാറല്ല, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കതിന് മനസ്സില്ല. ആ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ്റെ ബേസിലാണ് ഇതിനെ എടുക്കേണ്ടത്.
ഈ രീതിയിൽ വെർബിനെ മാറ്റി നമുക്ക് യൂസ് ചെയ്ത് പറയാവുന്നതാണ്. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുമ്പോഴെല്ലാം സഹായിക്കാറുണ്ട് എന്ന് പറയാൻ എന്ത് പറയും? എന്നെക്കൊണ്ട് കഴിയുമ്പോഴെല്ലാം ഞാൻ സഹായിക്കാറുണ്ട്. ഐ ഹെൽപ്പ് വെനെവർ ഐ ക്യാൻ. ഐ ഹെൽപ്പ് വെനെവർ ഐ ക്യാൻ. വെനെവർ എപ്പോഴെല്ലാമാണോ കഴിയുന്നത് അപ്പോഴെല്ലാം, അതാണ് അതിൻ്റെ മീനിങ്. ഐ ഹെൽപ്പ് വെനെവർ ഐ ക്യാൻ. സാഹചര്യങ്ങൾ മാറുന്നേയില്ല. സാഹചര്യങ്ങൾ മാറുന്നേയില്ല എന്ന് പറയുമ്പോൾ എല്ലാം ഭയങ്കര സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഒന്നിനും ഒരു മാറ്റവുമില്ല എന്ന് പറയുമ്പോൾ ദി സിറ്റുവേഷൻ സാഹചര്യങ്ങൾ മാറുന്നില്ല. സിറ്റുവേഷൻ ഹാസിൻ ചേഞ്ച്ഡ്. സിറ്റുവേഷൻ ഹാസിൻ ചേഞ്ച്ഡ്. ഹാസ് നോട്ട് ചേഞ്ച്ഡ് അറ്റ് ഓൾ. ദി സിറ്റുവേഷൻ ഹാസിൻ ചേഞ്ച്ഡ് അറ്റ് ഓൾ. ഒന്നും തന്നെ മാറുന്നില്ല, എല്ലാം അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഓൾ ഈസ് സ്റ്റക്ക്. ഓൾ ഈസ് ഇൻ സ്റ്റക്ക്. എന്നെക്കൊണ്ട് കഴിയുന്നത് ഇതാണ്. ദിസ് ഈസ് ഓൾ ഐ ക്യാൻ ഡു. ദിസ് ഈസ് ഓൾ ഐ ക്യാൻ ഡു. ദിസ് ഈസ് ഓൾ എന്ന് പറയുമ്പോൾ അവിടെ എനിക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി, എൻ്റെ മുഴുവൻ കഴിവും ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്നത് ഇതാണെന്ന അർത്ഥത്തിലാണ് ദിസ് ഓൾ ഐ ക്യാൻ ഡു എന്ന് പറയുന്നത്. ദിസ് ഓൾ ഐ ക്യാൻ ഡു. ഇതിനെ നമുക്കൊരു ക്വസ്റ്റ്യനായിട്ട് എങ്ങനെ ചോദിക്കാം? ക്വസ്റ്റ്യനായിട്ട് ഇതിനെ മാറ്റി പറയുമ്പോൾ ഇത്രയുമോ നിനക്ക് കഴിയുന്നത്? ഇത്രയും മാത്രമാണോ നിനക്ക് കഴിയുന്നത്? അല്ലെങ്കിൽ നിന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധിയാണോ ഇത്? ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? ദിസ് ഈസ് എന്നുള്ളതിനെ ഒന്ന് മാറ്റിയിട്ടാൽ ക്വസ്റ്റ്യൻ ആവും. ഈസ് ദിസ് ഓൾ യു ക്യാൻ ഡു? ഈസ് ദിസ് ഓൾ യു ക്യാൻ ഡു? ഈസ് ദിസ് ഓൾ യു ക്യാൻ ഡു? അവനെക്കൊണ്ട് സാധ്യമാകുന്നതെല്ലാം ചെയ്തു. അവനെക്കൊണ്ട് സാധ്യമാകുന്നതെല്ലാം ചെയ്തു. ഹീ ഡിഡ് എന്ന് പറഞ്ഞാൽ അവൻ ചെയ്തു. ഹീ ഡിഡ് എവറിത്തിങ് പോസിബിൾ. ഹീ ഡിഡ് എവറിത്തിങ് പോസിബിൾ. സാധ്യമാകുന്നതെല്ലാം അവൻ ചെയ്തു. അവനെക്കൊണ്ട് കഴിയുന്നതെല്ലാം അവൻ ചെയ്തു എന്ന് പറയാൻ കഴിയുന്നതെല്ലാം. ഹി ഡിഡ് എവറിത്തിങ് ഹി ക്യാൻ. എവറിത്തിങ് ഹി ക്യാൻ. അതെങ്ങനെയെന്ന് അവൻ എന്നെ പഠിപ്പിച്ചു. അത് എങ്ങനെയെന്ന് അവൻ എന്നെ പഠിപ്പിച്ചു. അവൻ എന്നെ പഠിപ്പിച്ചു. ഹി ടോട്ട് മീ. ഹി ടോട്ട് മീ. അവൻ എന്നെ പഠിപ്പിച്ചു. ഹി ടോട്ട് മീ ദാറ്റ് ഹൗ. ഹി ടോട്ട് മീ ദാറ്റ് ഹൗ. അത് എങ്ങനെയെന്ന് അവൻ എന്നെ പഠിപ്പിച്ചു. ടോട്ട്, ടീച്ച് എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക. ടീച്ചിൻ്റെ ഫസ്റ്റ് ഫോമാണ് ടോട്ട്. ഹി ടോട്ട് മീ ദാറ്റ് ഹൗ. ദെൻ നെക്സ്റ്റ്, എനിക്ക് മറ്റൊരു വഴിയില്ല. എനിക്ക് മറ്റൊരു വഴിയില്ല. ഐ ഹാവ് നോ അതർ ചോയ്സ്. ഐ ഹാവ് നോ അതർ ചോയ്സ്. ഇനി ഇത് മറ്റൊരു രീതിയിലും പറയാം. ഐ ഹാവ് നോ അതർ വേ എന്നും പറയാം. ഐ ഹാവ് നോ അതർ വേ. ഞാനത് സമ്മതിക്കാൻ നിർബന്ധിക്കപ്പെടുകയായിരുന്നു. ഞാനത് സമ്മതിക്കാൻ നിർബന്ധിക്കപ്പെടുകയായിരുന്നു. ഫോഴ്സ് ചെയ്യപ്പെടുകയായിരുന്നു. ഐ വാസ് ഫോഴ്സ്ഡ് ടു അഡ്മിറ്റ് ഇറ്റ്. ഐ വാസ് ഫോഴ്സ്ഡ് ടു അഡ്മിറ്റ് ഇറ്റ്. അഡ്മിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കുക അല്ലെങ്കിൽ സമ്മതിക്കുക എന്നുള്ള അർത്ഥം. ഇത് തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഐ അഡ്മിറ്റ് ദാറ്റ് ഇറ്റ്സ് റോങ്. ഐ അഡ്മിറ്റ് ദാറ്റ് ഇറ്റ്സ് റോങ്. ഇതിവിടെ നാം പ്രസൻറ്റ് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്ന ഒന്നാണ്. ഇനി അത് തെറ്റായിരുന്നുവെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഇങ്ങനെ പറയാൻ അത് മുമ്പ് കഴിഞ്ഞു പോയ ഒരു കാര്യം, അത് അന്ന് ചെയ്തത് ഞാൻ തെറ്റായിരുന്നു എന്ന് ഇപ്പോൾ സമ്മതിക്കുന്നു. അപ്പോൾ അതെങ്ങനെ പറയും? ഐ അഡ്മിറ്റ് ദാറ്റ് ഇറ്റ് വാസ് റോങ് എന്ന് പറയണം. ഇറ്റ് വാസ് റോങ്. ഐ അഡ്മിറ്റ് ദാറ്റ് ഇറ്റ് വാസ് റോങ്. നീ കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നീ കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഐ ഡിഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു. ഐ ഡിഡ് സോ, ഞാൻ അങ്ങനെ ചെയ്തു. ഐ ഡിഡ് സോ ബിക്കോസ് ഓഫ് യു. അതിൻ്റെ റീസൺ ബിക്കോസ് എന്ന് പറഞ്ഞാൽ കാരണം. ബിക്കോസ് ഓഫ് യു, നീ കാരണം. ബിക്കോസ് ഓഫ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ കാരണം. ബിക്കോസ് ഓഫ് യു. ഐ ഡിഡ് സോ ബിക്കോസ് ഓഫ് യു. നീ കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ദെൻ ഞാൻ നിന്നെ വേദനിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചില്ല. ഞാൻ നിന്നെ വേദനിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചില്ല. അങ്ങനെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതല്ല എന്നുള്ള അർത്ഥത്തിൽ. ഐ ഡിഡിൻ മീൻ ടു ഹേർട്ട് യു. ഐ ഡിഡിൻ മീൻ ടു ഹേർട്ട് യു. ഹേർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ വേദനിപ്പിക്കുക അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന. അതായത് വേണമെന്ന് വെച്ച് പറഞ്ഞതല്ല എന്ന് വേറെ അർത്ഥത്തിൽ എങ്ങനെ പറയാം? ഐ ഡിഡിൻ സേ പെർപ്പസ്ഫുള്ളി. ഇങ്ങനെയും പറയാം. ഐ ഡിഡിൻ സേ പെർപ്പസ്ഫുള്ളി. മനഃപൂർവ്വം ഒരാൾ വിഷമിക്കണം എന്ന് വിചാരിച്ച് പറയുന്നതിനെയാണ് പെർപ്പസ്ഫുള്ളി എന്ന് പറയുന്നത്. ഐ ഡിഡിൻ സേ പെർപ്പസ്ഫുള്ളി. മനഃപൂർവ്വം എന്നുള്ളതിന് വേറൊരു വാക്ക് ഉപയോഗിക്കാം, ഡെലിബറേറ്റ്ലി എന്ന്. മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് പറയാൻ ഐ ഡിഡിൻ ഡു ഡെലിബറേറ്റ്ലി.
I didn't do deliberately. ഇങ്ങനെയും പറയാം. വേറെ രീതിയിൽ ഈ സെൻറ്റൻസിനെ മാറ്റി നമുക്ക് വേർബ് മാറ്റി യൂസ് ചെയ്തുകൊണ്ട് പറഞ്ഞ് പരിശീലിക്കാവുന്നതാണ്. എങ്ങനെ? ഞാൻ നിന്നെ അപമാനിക്കണമെന്ന് ഉദ്ദേശിച്ചില്ല. എങ്ങനെ പറയും? ഐ ഡിഡിൻ മീൻ ടു ഇൻസൾട്ട് യു. ഐ ഡിഡിൻ മീൻ ടു ഇൻസൾട്ട് യു. ഇൻസൾട്ട് ചെയ്യാം, ഒരാളെ അപമാനിക്കും. ഇതെല്ലാം എൻ്റെ തെറ്റാണ്. ഇറ്റ്സ് ടോട്ടലി മൈ ഫോൾട്ട്. ഇറ്റ്സ് ടോട്ടലി മൈ ഫോൾട്ട്. വേറെ രീതിയിൽ പറയാം, ഇറ്റ്സ് ഓൾ മൈ ഫോൾട്ട്. ഇറ്റ്സ് ഓൾ മൈ ഫോൾട്ട്. ദെൻ നെക്സ്റ്റ്, ഭയപ്പെടേണ്ടതായിട്ട് ഒന്നുമില്ല. ഭയപ്പെടേണ്ടതായി ഒന്നുമില്ല. ദർ ഈസ് നത്തിങ് ടു ഗെറ്റ് സ്കെയർഡ്. ദർ ഈസ് നത്തിങ് ടു ഗെറ്റ് സ്കെയർഡ്. ഗെറ്റ് സ്കെയർഡ് എന്ന് പറഞ്ഞാൽ ഭയത്തിലാവുക. നത്തിങ് ഒന്നുമില്ല. ദർ ഈസ് നത്തിങ് ടു ഗെറ്റ് സ്കെയർഡ്. നിന്നെ ഉടനെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. നിന്നെ ഉടനെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് ടു സീ യു സൂൺ. ഐ ഹോപ്പ് ടു സീ യു സൂൺ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളെല്ലാവരെയും ഉടനെ തന്നെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് ടു സീ യു ഓൾ വെരി സൂൺ. അപ്പോൾ സെൻറ്റൻസുകൾ പറഞ്ഞ് പരിശീലിക്കുക. ബൈ.